നമസ്കാരം. കുറച്ച് തമാശയും കുറച്ച് സീരിയസുമായിട്ട് തോന്നാം. 37 വയസ്സുകാരിയാണ് സീരിയൽ നടിയായ കൃഷ്ണപ്രഭ. 37 വയസ്സുണ്ട് അവർക്ക്. അവർ തന്നെ തുറന്ന് പറയുന്നു. ഇപ്പോഴും അവർ സിംഗിളാണത്രേ. വിവാഹം കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തതിനാണത്രേ സിംഗിളായി ജീവിതം. തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് അറിയാവുന്നതിനാൽ അമ്മ അക്കാര്യത്തിൽ തന്നെ നിർബന്ധിക്കാറുമില്ലത്രേ. വിവാഹം വേണ്ടാന്ന് വയ്ക്കാൻ പ്രധാന കാരണം ഇപ്പോൾ കണ്ടുവരുന്ന വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണെന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. അങ്ങനെ ഒരാളാകേണ്ട അല്ല എൻ്റെ ജീവിതം എന്ന പക്ഷക്കാരിയാണ് കൃഷ്ണപ്രഭ. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു പങ്കാളിയെ കിട്ടണം. തൻ്റെ അറിവിൽ പലരും വിവാഹ ശേഷം സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത്. പലരും സിനിമയിലുള്ള അഭിനയിക്കുന്നതിനേക്കാൾ നന്നായി ജീവിതത്തിൽ അഭിനയിക്കുന്നു എന്നാണ് കൃഷ്ണപ്രഭ പറയുന്നത്. അതിൽ യാഥാർത്ഥ്യമുണ്ട് കേട്ടോ. സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുന്നതിനേക്കാൾ കുടുംബിനികളായി അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കൃഷ്ണപ്രഭയ്ക്ക് തോന്നിയില്ല. ചേട്ടൻ ഉണ്ണികൃഷ്ണനും അവിവാഹിതനാണ്. തന്നേക്കാൾ 10 വയസ്സ് മൂത്തവൻ. അപ്പോൾ ഉണ്ണികൃഷ്ണന് 47 വയസ്സ് കഴിഞ്ഞു. ഇനി ഒരു പെണ്ണിനെ ശല്യപ്പെടുത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അമ്മയും ഞാനും ചേട്ടനും സന്തോഷവും സമാധാനവുമായി ജീവിക്കുന്നു. കൃഷ്ണപ്രഭയുടെ കാഴ്ചപ്പാട് നല്ലതാണ്. ഒരു പുരുഷൻ്റെ മനസ്സുഖം കൂടി കളയാതിരിക്കുകയും ചെയ്യാം. പാറിപ്പറന്ന് കൃഷ്ണപ്രഭയ്ക്ക് ജീവിക്കുകയും ചെയ്യാം. ഒരു സീരിയൽ നടിയുടെ കുടുംബം കോഞ്ഞാട്ടായ ഒരു കഥ വേണമെങ്കിൽ ഞാനിവിടെ പറയാം. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഭാര്യ സീരിയലിൽ മോശമല്ലാത്ത തിരക്കുള്ള അഭിനയിക്കുന്ന നടിയാണ്. അഭിനയം മാത്രമല്ല, ഒരു സീരിയൽ നിർമ്മിക്കുന്ന മുതലാളിയുമായിട്ട് എല്ലാം ഉണ്ട്. മുതലാളിക്ക് വേറെ ഈ സീരിയൽ നിർമ്മാണം അല്ലാതെ വേറെ ചില പരിപാടികൾ മുതലാളിക്കുമുണ്ട്. അത് അയാൾ രഹസ്യമായിട്ടൊന്നും വയ്ക്കാറില്ല. കാവടിയാട്ടത്തിൽ ജഗതി പറയും പോലെ തന്നെ, അല്ല എഴുന്നള്ളത്തിൽ ജഗതി പറയും പോലെ തന്നെ അന്തസ്സായിട്ടാണ് പറയുന്നത്. എനിക്കുള്ള മറ്റ് പരിപാടികളെക്കുറിച്ച് അയാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം സീരിയൽ ഓരോ ദിവസവും വേഗം പാക്കപ്പ് ആവണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുതലാളിയാണ്. എല്ലാവരും 9 എന്നുള്ള 10 വരെ ആയാൽ 1 മണിക്കൂറോടെ ഷൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഫുട്ടേജ് കിട്ടുമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇയാൾ വിചാരിക്കുന്നത് പണ്ടടങ്ങാൻ മണി 7 8 നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുതലാളിയായിരുന്നു. പറയാൻ വിട്ടു, മുതലാളി എന്ന് പറഞ്ഞാൽ മുതുകിളവനൊന്നുമല്ല, നല്ല ചുള്ളം പയ്യനാണ് മുതലാളി. സംവിധായകൻ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ മുതലാളി പയ്യൻ ലോണിലെടുത്ത് ലോണ് മുടങ്ങി CC കാർ പൊക്കാൻ തക്കം പാർത്ത് നടക്കുന്ന കാറിലേക്ക് ആ സീരിയലിലെ നായിക ചാടിക്കയറും. മുതലാളി പയ്യൻ അവളെയും കൊണ്ട് പറക്കും എങ്ങോട്ടൊന്നില്ലാതെ. ഒരു നാൾ നായികയ്ക്കൊരു അക്കടി പറ്റി. വിളിച്ചു പറയാതെ ഗൾഫിലുള്ള കെട്ടിയോൻ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഗൾഫിൽ നിന്ന് തലസ്ഥാനത്തിറങ്ങി പറന്നിറങ്ങി. സീരിയലുകാർ ഒരു കാലത്ത് സ്ഥിരം താമസമാക്കിയിരുന്ന ഹോട്ടലിലെത്തി കെട്ടിയവൻ. ഹോട്ടലിൻ്റെ പേരോ അതിൻ്റെ ഒരു പശ്ചാത്തലമോ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സീരിയലുകാരുടെ തമ്പടിച്ചിരുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ എത്തി കെട്ടിയവൻ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് പെട്ടിയും പാണ്ടമൊക്കെ ഇറക്കി വെച്ചിട്ട് കെട്ടിയോളുടെ മുറിയുടെ താക്കോല് വാങ്ങിച്ച് എല്ലാം അവിടെ കയറ്റി വെച്ചു. റിസപ്ഷനിൽ ഒന്നുകൂടി വന്നു. ഞാനേ, കെട്ടിയവൻ പറയാ, വന്ന വിവരം എൻ്റെ ഭാര്യയായ നടി വിളിക്കുകയാണെങ്കിൽ പറയണ്ട. താക്കോല് ചോദിക്കുമ്പോൾ റൂം ക്ലീൻ ചെയ്യാൻ കൊടുത്ത ശേഷം കാറ്റ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് പൂട്ടാതെ ഇട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നിട്ട് അയാൾ ഒരു 4-5 ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് 5-6 മുട്ടായി എടുത്ത് റിസപ്ഷനിസ്റ്റിന് കൊടുത്തപ്പോൾ അയാൾക്ക് സന്തോഷമായി, ഹാപ്പിയായി. രാത്രി ഒരു 9 മണിയാകും മുമ്പേ പാക്കപ്പ് പറയുന്ന സെറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മുതലാളിക്ക് നായിയും കൊണ്ട് പോകണ്ടേ. 9:30 ആയപ്പോൾ ടെൻഷൻ കയറിയ കെട്ടിയോളെ വിളിച്ചു. മോളെ, ഷൂട്ടിംഗ് കഴിഞ്ഞോ മോളെ എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ, ഇന്ന് അല്പം ലേറ്റാവും, ഈ ലൊക്കേഷൻ ഇന്ന് തീർക്കണം. ഓക്കെ. കെട്ടിയൻ ഫോൺ കട്ട് ചെയ്തു. 1 മണിക്കൂറുടെ കഴിഞ്ഞു 10:30 ആയി. വീണ്ടും വിളിച്ചു.
കഴിഞ്ഞ മോളെ സീരിയൽ മുതലാളി അപ്പോൾ കാർ ഓടിക്കുകയാണ്, അയാളുടെ നെഞ്ചിൽ ചൂട് പറ്റി കിടക്കുകയാണ് നായിക. അങ്ങനെ കിടന്നുകൊണ്ടിരുന്ന നായിക പറഞ്ഞു, ഇനി 2 ഷോട്ട് കൂടിയേ ഉള്ളൂ ചേട്ടാ, ഇപ്പം കഴിയും ചക്കരെ. ഫോൺ കട്ടായി. മണി 11:30. നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് പറന്നു വന്ന കെട്ടിയോൻ വീണ്ടും വിളിച്ചു, മോളെ നീ എവിടെ എത്തി? ഞാൻ റൂമിലെത്തി ചക്കരെ. കുളിച്ചു, ആഹാരം കഴിക്കാൻ ടിഫിൻ പാത്രങ്ങൾ തുറന്നു വെച്ചപ്പോഴാണ് മുത്തിൻ്റെ വിളി എന്ന് പറഞ്ഞു. അവൾ താമസിക്കേണ്ട റൂമിലിരിക്കുകയാണേ. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ എപ്പോഴേ എത്തി, കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ടിഫിൻ കാരി ഇങ്ങനെ തുറക്കാൻ പോയപ്പോഴാണ് മുത്ത് എന്നെ വിളിച്ചത് എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ കെട്ടിയോൻ ഞെട്ടിപ്പോയി. കാരണം സർപ്രൈസ് കൊടുത്തിട്ട് കെട്ടിയോളുമായി കഴിക്കാനുള്ള ടിഫിൻ പാത്രം അയാളെടുത്ത് അകത്ത് വെച്ചു. പുറത്ത് കൊണ്ട് വെച്ചേക്കുമല്ലോ, അതെടുത്ത് അകത്ത് വെച്ചു. അത് ഇയാളുടെ മുന്നിലിരിക്കുക ഈ വർത്തമാനം പറയുമ്പോൾ. ആ ടിഫിൻ കാരിയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പെമ്പറന്നാർ പറയുന്നത്. ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെ ആ ഹതഭാഗ്യനായ ഭർത്താവ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നുറങ്ങി. നേരം വെളുത്തു. ഹോട്ടലിന് മുന്നിൽ കാമുകൻ കൊണ്ടുവിട്ട നായിക ചാടിക്കയറി റിസപ്ഷനിൽ വന്ന് ചാവിക്കായി കൈ നീട്ടി. മുറിയിൽ സർപ്രൈസ് തരാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്, കീ വേണ്ട, മുറി തുറന്ന് തന്നെ കിടക്കണം, അതിനകത്തൊരാളുണ്ട് എന്ന് പറഞ്ഞു. ശങ്കയോടെ നായിക കയറി ചെല്ലുമ്പോൾ എവിടെയോ പോകാൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കെട്ടിയോൻ ഇരിപ്പുണ്ട്. കയറി ഉടൻ തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ചേട്ടനെ പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് അയാളെ പൂണ്ടടങ്ങ് കയറി പിടിച്ചു. ബാക്കി പറയാനുള്ള സമയം കൊടുത്തില്ല. അതിന് മുമ്പേ പട എന്ന് ഒരു 10 അടി ചേട്ടത് അടിച്ചു കൊടുത്ത് എവിടെയൊക്കെ ഇട്ട് ചവിട്ടിയും കൊടുത്തു. എന്നിട്ട് അയാൾ ഇറങ്ങിപ്പോയി. അവിടെ ആ നടിയും ചക്കരിയായിട്ടുള്ള ദാമ്പത്യ ജീവിതം തീർത്തു. ഇങ്ങനെയൊക്കെയുള്ള ലോകത്ത് കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെ അഭിനയിക്കാനായിട്ട് ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കെട്ടാത്തത് നന്നായി എന്ന് ഞാൻ പറയും. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സനൽകുമാർ ശശിധരൻ നമ്മൾ എത്ര എപ്പിസോഡ് ചെയ്തു നിങ്ങൾ ആലോചിച്ചു. ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ എന്ന് പറഞ്ഞ കിടക്ക് നമ്മുടെ ചാനലിൽ തന്നെ പലവട്ടം സംവിധായകൻ സനൽകുമാർ ശശിധരനോട് പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതിനാൽ പോലീസുകാരെ വെല്ലുവിളിക്കരുതെന്ന്. സനൽ കളകറഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് ഭക്തനാണ്. എന്നെങ്കിലും ഇനി കോൺഗ്രസ്സിന് കേരള ഭരണം കിട്ടിയാൽ ഒരുപക്ഷെ ചലച്ചിത്ര അക്കാദമിയുടെ തലവനാകേണ്ടതുവരെ സനൽകുമാർ ശശിധരനായിരിക്കും. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? അമേരിക്കയിലെ നീണ്ടകാല പൊറുതി അവസാനിപ്പിച്ച് മുംബൈയിൽ വന്നിറങ്ങി, വന്ന വിമാനത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ഞാൻ നാളെ കേരളത്തിൽ തിരിച്ചെത്തും, തിരുവനന്തപുരം എയർപോർട്ടിലായിരിക്കും വരുന്നതെന്ന് ഒക്കെ മെസ്സേജ് വിട്ടു. ബന്ധുക്കളെയോ പഴയ സുഹൃത്തുക്കളെയോ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും, കേരളത്തിൽ എനിക്കിപ്പോൾ വീടും വിലാസവും ഒന്നും ഇല്ല എന്നും, അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ ഫുട്പാത്തിൽ നിരനിരയായി സമരം ചെയ്യാനായി കിടക്കുന്നവർക്കൊപ്പം കിടക്കാനാണ് എൻ്റെ ആലോചനയെന്നും, എന്നെ തല്ലാനും കൊല്ലാനും നടക്കുന്നവർക്കും ലുക്കൗട്ട് നോട്ടീസുമായി നട്ടം തിരിയുന്ന കേരള പോലീസിനും സ്വാഗതം എന്നൊക്കെയുള്ള ഒരു പോസ്റ്റും കൂടി കാച്ചി സനൽകുമാർ ശശിധരൻ. വളരെ സിമ്പിളാണ് കാര്യങ്ങളെന്ന് പുള്ളി വിചാരിച്ചു. തല്ലാനും കൊല്ലാനും നടക്കുന്നവർ വെല്ലുവിളി ഏറ്റെടുത്തില്ല എങ്കിലും കേരള പോലീസ് സംഗതി ഏറ്റെടുത്തു. മുംബൈ എയർപോർട്ടിൽ സനൽകുമാർ സാറിനെ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തടഞ്ഞു വെച്ചു. കേരള പോലീസിനെ വിവരം അറിയിച്ചു. സാറിനെ സ്വീകരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് കേരള പോലീസ് അറിയിച്ചു. അതുവരെ സനൽകുമാർ സാറിനെ സഹാർ പോലീസ് സ്റ്റേഷനിലെ ഉള്ള സൗകര്യത്തിൽ കഴിയാൻ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി. എളമക്കര CI ഹരികൃഷ്ണനും സംഘവുമാണ് ഫ്ലൈറ്റ് പിടിച്ച് മുംബൈക്ക് പോകുന്നതത്രേ സനൽകുമാർ ശശിധരൻ സാറിനെ സ്വീകരിച്ച് എളമക്കരയിൽ എത്തിക്കാനായിട്ട്. പ്രണയം പറഞ്ഞ് ശല്യം ചെയ്തു എന്ന കേസാണ് തനിക്കെതിരെ ഇതുവരെ ഉള്ളത്. അതിന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഒരു സംഘം വരണോ എന്നൊക്കെയാണ് സനൽകുമാർ ചോദിക്കുന്നത്. വിളിച്ചാൽ വരാത്തവളെ അല്ലെങ്കിൽ വരാത്തയാളെ പിന്നെ എങ്ങനെ ആ സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ എത്തിക്കുന്നതെന്ന് സനൽകുമാർ തന്നെ പറയേണ്ടതാണ്. കാരണം ഇവിടെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഒരു ഓഡിയോ, ഒരു CI വിളിക്കുന്നത്, എനിക്ക് വരാക്കില്ല, തനിക്ക് ഞാനുള്ള ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന കേട്ടില്ല. അമേരിക്കയിലായതുകൊണ്ട് പിടിക്കില്ല എന്ന് വിചാരിച്ചു. ഞാൻ പ്രണയിക്കുന്ന നടി ഒരു പക്ഷേ എൻ്റെ മരണം കാണാനിരിക്കുകയാണെന്നും അവളെ കിട്ടാഞ്ഞതിനാൽ ഇന്ന് ഞാൻ
അവളുടെ അമ്മയെയും സഹോദരനെയും വിളിച്ചു എന്ന് അദ്ദേഹം സംസാരിച്ചു. എന്നാണ് ഇത്ര വലിയ ശല്യം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് അവരെങ്കിലും പറയണമല്ലോ എന്നൊക്കെ സനൽകുമാർ എഴുതിയിരിക്കുന്നു. സത്യമായിട്ട് സനൽകുമാറെ, ആ മധു വാര്യരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിൻ്റെ നട്ടല് ചവിട്ടി ഓടിച്ചനെ. ആ പാവ സാധു സ്ത്രീയായ ആ അമ്മയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്തത്? മുമ്പൊരിക്കൽ എറണാകുളത്തുള്ള രണ്ട് കിഴങ്ങന്മാരുണ്ടല്ലോ, തിയേറ്ററിൻ്റെ കടയിൽ കിടന്ന് ഞാൻ പറയണേ. അതിലൊരുത്തൻ ഈ പറഞ്ഞ നടിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയുക, ചേച്ചി എനിക്ക് കെട്ടിത്തരുമെന്ന്. ചേച്ചിയെ കെട്ടിത്തരുമെന്ന് ആലോചിക്കുക. ഇവനേക്കാൾ പ്രായമുള്ള ചേച്ചിയെ കെട്ടിത്തരുമെന്ന്. ആ മരിച്ചുപോയ ആ അച്ഛൻ ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അവൾ കല്യാണമൊന്നും കഴിക്കുന്നില്ല, അവൾ സ്വസ്ഥമായി ജീവിക്കട്ടെ, ശല്യപ്പെടുത്തരുത് ഇനി കേട്ടോ മോനെ, ഇനി വിളിക്കരുതേ എന്നൊക്കെ പറഞ്ഞു വെച്ചു. അതുപോലെ ആയിരിക്കണം ഈ വൃത്തികെട്ടവൻ ബോംബെ എയർപോർട്ടിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ എവിടുന്നോ ഈ നടിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പ്രണയം കത്തി നിൽക്കുന്നതുകൊണ്ട് നടിയുടെ അമ്മയെയും സഹോദരനെയും വിളിച്ച് സംസാരിച്ചെന്ന്. നിങ്ങളെങ്കിലും പറയാന്ന്, എന്താണ് എന്നെ നടി പ്രണയിക്കാത്തത്? മധു പാവ. മധുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നു, ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാലും ശരി, സനൽകുമാര നീ ഇനി സിനിമ എടുക്കില്ലായിരുന്നു, നിന്നെ ഞാൻ ചവിട്ടി ഓടിച്ച് എവിടെയെങ്കിലും ഇട്ട് ചിലവിന് തന്നെ. അത് പോട്ടെ, എനിക്ക് സനൽകുമാരനെ രാജകുമാരനെ പോലെ ഇഷ്ടമാണെന്ന് പ്രായപൂർത്തിയായ അവർ പറയാത്തിടത്തെങ്കിലും നിങ്ങളൊരു രാജകുമാരനെ പോലെ ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ, എന്താണ് മോളിങ്ങനെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് അവർ പറയാത്തതുകൊണ്ട് സനൽകുമാർ പണി മതിയാക്കണമായിരുന്നു, ഈ പണി മതിയാക്കണമായിരുന്നു. അതിന് പകരം ട്രംപ് പോലും വോട്ട് ചോദിക്കാൻ ചുറ്റാത്ത അത്ര ദൂരം അമേരിക്ക മുഴുവൻ കറങ്ങി നടന്നു അവളെ കാണാനെന്ന് സനൽകുമാരൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലോ, ഞാൻ അമേരിക്ക മുഴുവൻ കറങ്ങിയെന്ന്. 10,000 കിലോമീറ്റർ എന്തോ 10,000-50,000 കിലോമീറ്റർ കറങ്ങിയെന്ന് അമേരിക്ക മുഴുവൻ. ഈ നടി എവിടെ സ്റ്റേജ് ഷോയ്ക്ക് വന്നു എന്ന് അന്വേഷിക്കാൻ. ഇവന് വേറെ പണിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. LLB വരെ പഠിച്ചവനാണ്, 5 വർഷമായിട്ട് പ്രേമിക്കുന്നു എന്നാണ് പറയണത്. 5 വർഷം മുമ്പ് അവന് കോളേജിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച അഡ്വക്കറ്റായ ഒരു ഭാര്യയും രണ്ട് ആൺകുട്ടികളും ഉള്ളവനാണ്. ആ ആൺകുട്ടികൾ മക്കളായി 2 ആൺകുട്ടികളും ഭാര്യയായിട്ടൊരു അഡ്വക്കറ്റും ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ഭാര്യ ഉള്ളപ്പോഴാണ് ഇവൻ അടുത്ത പ്രണയം കൊണ്ട് സ്വിച്ച് നടന്നത്. ഇവൻ ആരെങ്കിലും നമ്പുമോ? ഭയങ്കര ബോറായിപ്പോട്ടെ. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നേ, അതാണ് പ്രശ്നം. ഇങ്ങനെ നടക്കുന്ന നൊട്ടോറിയസുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. അതുകൊണ്ടാണ് ഇവനൊക്കെ നെഗളിക്കുന്നത്. ഈ സനൽകുമാറിന് നെഗളിപ്പൊന്നുമില്ല. എനിക്ക് പരമായ സംശയമുണ്ട് അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന്. എവിടെയെങ്കിലും കൊണ്ട് ട്രീറ്റ് ചെയ്താൽ തല്ല് കിട്ടാതെയൊക്കെ ജീവിക്കാൻ കുറച്ച് കാലം കൂടി. ഇത്രയും ഒരു വാവളന്താൻ എങ്ങനെ 4-5 സിനിമകൾ എടുത്തു എന്നാണ് സത്യത്തിൽ എനിക്ക് അതിശയം. വാവളന്താനെന്നല്ല, വാവളന്താൻ എന്ന് പറഞ്ഞാൽ മോശം, അതിലും കൂടി എന്തെങ്കിലും വാക്കാണ് വിളിക്കേണ്ടത്. എങ്ങനെ LLB പാസ്സായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മിടുക്കനാണ്, നന്നായിട്ട് സിനിമ തിരക്കഥ എഴുതാൻ അറിയാം, സംവിധാനം ചെയ്യാൻ അറിയാം, അത് എഡിറ്റ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, വിവരദോഷമല്ലാതെ ചെയ്യില്ല. ആ പറയുന്ന നടിയെ അവളിടുന്ന ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കാനുള്ള പാങ്ങവനില്ല. അവൻ തന്നെ പറഞ്ഞിട്ടില്ല എനിക്ക് വീടും കൂടൊന്നും ഇല്ലയെന്ന്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് കടയിൽ ഫുട്പാത്തിൽ കിടക്കുന്നു. യവനാണ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും ശമ്പളം വാങ്ങുന്ന നടിയെ പ്രേമിക്കാൻ നടക്കണേ. അവളിടുന്ന ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അവളുടെ കാലിലിടുന്ന ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങില്ലാത്ത ഈ പേങ്ങൻ, ഈ പൊട്ടൻ ഇപ്പോൾ വല്ല കാര്യമുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തു, അവിടെ നിന്ന് ഇളവകരിൽ നിന്ന് ഇറക്കി വിട്ടവർ. കാരണം അവിടെ ചെന്നാൽ അവർക്കും തലവേദനയാവുന്നേ പോലീസിന്. ചക്കാന്ന് ചോദിച്ചാൽ ചുക്കെന്നല്ലേ മറുപടി പറയും. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് എന്നെ കൊല്ലാൻ നടക്കുന്നു. ഇവനെയൊക്കെ കൊന്നിട്ട് എന്ത് കിട്ടാനെന്നേ? ഒന്നുമില്ലെങ്കിലും പിണറായി ഭരിക്കുമ്പോഴല്ലേ സംസ്ഥാന അവാർഡ് കിട്ടിയേ. ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങിച്ചേ. ഈ പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ദ്രോഹികളാണെങ്കിൽ ആ അവാർഡെങ്കിലും വാങ്ങി. ഞാൻ പിണറായി അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറയണ്ടേ, എനിക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറയണ്ടേ. അവിടെ കിണിക്കാണ്ട് നിന്ന് അവാർഡും വാങ്ങിച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞു. പിണറായി വിജയനൊക്കെ ഇതാണ് ജോലി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യ ബോധം വേണ്ടേ? കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒരു നല്ല ചെറുപ്പക്കാരൻ നശിച്ചുപോയി. ഒരു പെണ്ണറിയാതെ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നടന്നിട്ട് എന്തെല്ലാം കഥകൾ പറഞ്ഞു എന്നുള്ളത്. അവളെ മോളെയും കൊന്നുകളെയും. പിന്നെ ദിലീപിനാണ് ഈ കളിയെല്ലാം, ദിലീപാണ് കളിക്കുന്നത്. അയാൾക്കൊക്കെ അയാൾ എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കും. ഈ പൊട്ടനെ പറ്റി അന്വേഷിക്കുമോ? കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഇയാളൊരു നല്ല സംവിധായകനാവുമെന്നൊക്കെ വിചാരിച്ചു. കാരണം ചെയ്ത 1-2 പടങ്ങൾ നല്ല നോട്ടബിൾ പടങ്ങളായിരുന്നു. എല്ലാം പോച്ച്, എല്ലാം തീർന്നു, വട്ടായി പോവും. ഇപ്പം തന്നെ ഏതാണ്ടൊരു വട്ടിൻ്റെ സ്റ്റൈലില്ല. മുടിയും താടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇരിക്കുന്ന നോക്കുന്നതൊക്കെ കണ്ടാൽ തന്നെ ഒരു നോർമലെല്ലാം തോന്നും. ഇനി ആ ലെവലിലേക്ക് ആകാനാണ് സാധ്യത. ഒരു നല്ല ചെറുപ്പക്കാരന് നഷ്ടപ്പെട്ടു. സഹോദരിയും അമ്മയൊക്കെ അവിടെ താമസമുണ്ട് നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്ത്. ഇപ്പോൾ പറയണം എനിക്ക് വീടും കൂടിയും മേൽവിലാസമൊന്നുമില്ല, എല്ലാം പോച്ച്.
കയ്യിൽ നിന്ന് പൈസ എല്ലാം കൂടെ കടവും വാങ്ങിച്ചൊക്കെ ആയിരിക്കും അമേരിക്കയിൽ പോയത്, പുറത്തേക്ക്. അവിടെ നിന്നാണ് വന്നത്. ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.